Okay, very good morning to all. എല്ലാവർക്കും ബോട്ടണിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ആദ്യ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഫ്ലോറൽ വേൾഡ്സ് ഏതൊക്കെയെന്ന് പഠിച്ചു. അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്ലോറൽ വേൾഡ്സ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. There are four floral words: calyx, corolla, andrecium, gynoecium. ഇതായിരുന്നു നാല് പ്രധാനപ്പെട്ട ഫ്ലോറൽ വേൾഡ്സ് എന്ന് അല്ലേ. പ്രധാനപ്പെട്ട ഫ്ലോറൽ വേൾഡ്സ് എന്ന് പറയുന്നത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. നമ്മളതിൽ കാലിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, കൊറോള പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ആൻഡ്രീഷ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഈ നാല് ഫ്ലോറൽ വേൾഡ്സിലും കാലിക്സിൻ്റെ കൊറോളയുടെയും ഫങ്ഷൻ എന്തായിരുന്നു? ദ കാലിക്സ് വിച്ച് ആർ പ്രൊട്ടക്ട് ദി ഇന്നർ വേൾഡ്സ് ഡ്യൂറിങ് ദി ബഡ് ഫോർമേഷൻ. അത്രമാത്രമേ അതിൻ്റെ ഫങ്ഷൻ ഉള്ളൂ. അപ്പോൾ അത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഡയറക്റ്റായിട്ട് അത് പങ്കെടുക്കുന്നില്ല. ഓക്കെ, അതില്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം അല്ലേ. ഡയറക്റ്റായിട്ട് ഇപ്പോൾ ദർ ഇസ് നോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡയറക്ട്ലി നോ പാർട്ടിസിപ്പേറ്റ്. Same time corolla, what's the function of corolla? It attracts the insect for the pollination purpose. ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ശരിക്കും ആരുടെ ഫങ്ഷൻ? കൊറോളയുടെ ഫങ്ഷൻ. അപ്പോൾ ഇതും ഡയറക്റ്റായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കാലിക്സിനെയും കൊറോളയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നോൺ എസെൻഷ്യൽ വേൾഡ്സ്. എന്താണ് നോൺ എസെൻഷ്യൽ വേൾഡ്സ്? ബോത്ത് ദി കാലിക്സ് ആൻഡ് കൊറോള ഈസ് നോൺ ആസ് ദി നോൺ എസെൻഷ്യൽ വേൾഡ്സ്. കാലിക്സിനെയും കൊറോളയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് വിളിക്കാൻ പറ്റും. ബിക്കോസ് എന്താണ്? ബോത്ത് ദി കാലിക്സ് ആൻഡ് കൊറോള ഈസ് നോട്ട് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, ബോത്ത് ദി ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ദി ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് നോൺ ആസ് ദി എസെൻഷ്യൽ വേൾഡ്. അതുകൊണ്ട് ആൻഡ്രീഷ്യത്തിനും ഗൈനീഷ്യത്തിനും എന്ത് വിളിക്കുന്നു? എസെൻഷ്യൽ വേൾഡ്സ് എന്ന് വിളിക്കും അല്ലേ. എസെൻഷ്യൽ വേൾഡ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് എസെൻഷ്യൽ വേൾഡ്സ്, ഏതൊക്കെയാണ് നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ആൻഡ്രീഷ്യത്തിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ്രീഷ്യം, വാട്ട്സ് ദ ആൻഡ്രീഷ്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇസ് എ തേർഡ് വോൾ ഇന്നർ ടു കൊറോള അല്ലേ. മൂന്നാമത്തെ വോളാണ് കൊറോളയ്ക്കുള്ളിലായിട്ട് കാണപ്പെടുന്നത്. പുറത്ത് നോക്കുകയാണെങ്കിൽ കാലിക്സ്, കൊറോള, അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ഫ്ലോറൽ വോളാണ് എന്ത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലേ. ആൻഡ്രീഷ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇറ്റ് ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അനദർ ഫീച്ചേഴ്സ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സ്റ്റേമൻ. വാട്ട് ഈസ് ദി സ്റ്റേമൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയതാണ് അല്ലേ. ഇവിടെ നോക്കുക, ഇതാണെന്ത്? ഒരു ചെമ്പരത്തി, ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറയുന്ന പ്ലാന്റ് അല്ലേ. ഈ പ്ലാന്റിൻ്റെ ഫ്ലവറാണിത്. കാലിക്സ്, കൊറോള എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് മേലെന്തായിരിക്കും? പൂമ്പൊടി പോലെയുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ധാരാളം പൂമ്പൊടികൾ കാണപ്പെടാറുണ്ട് അല്ലേ. ആ പൂമ്പൊടികൾ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണെന്ത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് അല്ലേ. ഈ പൂമ്പൊടിയിൽ നിന്ന് ഒരു പൂമ്പൊടി നമ്മൾ മാറ്റി വരയ്ക്കുമ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാൻ പറ്റും? സ്റ്റേമൻ എന്ന് വിളിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ദി individual unit of the andrecium is known as the stamen. ഓക്കെ, ഒരു ആൻഡ്രീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്റ്റേമിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? എ ഫിലമെന്റ്, എ കണക്റ്റീവ്, എ ആന്തർ. വാട്ട് ഈസ് ദ ഫിലമെന്റ്? It is the stalk of the stamen. Stamen the stalk അല്ലേ. It is stalk of the stamen. Like it is long slender stalk of the stamen is known as the filament. അതിനെ filament എന്ന് വിളിച്ചു. ഇനി at the tip of the filament have a bilobed structure that is known as the anther അല്ലേ.
അതായത് ഈ സ്റ്റോക്കിൻ്റെ, അതായത് ദാറ്റ് മീൻസ് ഫിലമെൻറ്റിൻ്റെ ടോപ്പ് റീജിയൻസ്, ടിപ്പ് റീജിയൻസിൽ ബൈലോബ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ആ ബൈലോബ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആന്തർ എന്ന് പറഞ്ഞത്. ദിസ് എ ബൈലോബ്ഡ്, 2 ലോബ്ഡ്, 2 ലോബുള്ള സ്ട്രക്ചറാണ്. The both lobes, this is one lobe, this is another lobe. The both lobes are connected by a sterile tissue that is known as the connective. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ നോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആന്തറിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ദാറ്റ്സ് എ സ്ട്രക്ചർ ഓഫ് ആന്തർ. ഓക്കെ, ഈ ഒരു ആന്തറിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇറ്റ്സ് എ 3 ഡയമെൻഷണൽ വ്യൂ ഓഫ് ആൻ ആന്തർ, അല്ലെങ്കിൽ 3D കട്ട്സ് ഓഫ് ആൻ ആന്തർ. ഒരു ആന്തറിൻ്റെ ഒരു 3D കട്ടാണ്, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡയഗ്രമാണ്, 3D വ്യൂ ആണ്. നോക്കുക, ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആന്തർ ഇസ് എ ബൈലോബ്ഡ് സ്ട്രക്ചർ അല്ലേ. ആന്തർ എന്ന് പറയുന്നതാണ് ഇസ് എ ബൈലോബ്ഡ് സ്ട്രക്ചറാണ്. ഓക്കെ, ദിസ് വൺ ലോബ്, ദിസ് അനദർ ലോബ്. ഓക്കെ, നോക്ക്, ഇത് ഈച്ച് ലോബ്, നോക്ക്, ദിസ് വൺ ലോബ്, ദിസ് അനദർ ലോബ്. ഇത് ഈച്ച് ലോബ് ഹാവ് എ ടു തീക്ക. ഓരോ ലോബിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഓരോ തീക്ക കാണപ്പെടുന്നു. നോക്കുക, ദിസ് വൺ തീക്ക, ദിസ് അനദർ തീക്ക, ദിസ് അനദർ തീക്ക, ദിസ് അനദർ തീക്ക. അപ്പം ഇൻ ഈച്ച് ലോബ് ഹാവ് എ തീക്ക, 2 തീക്ക. നോക്കുക, ദിസ് ഒരു ലോബിൽ 2 തീക്ക, ഇവിടുത്തെ ലോബിൽ 2 തീക്ക കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് ദി ഡൈതീക്കസ് കണ്ടീഷൻ. ഡൈ എന്ന് പറഞ്ഞാൽ 2, തീക്കസ് എന്ന് പറഞ്ഞാൽ തീക്കയുള്ളത്, കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. Dithecous condition. What is the dithecous condition? In the anther, each lobe have a 2 theca. That condition known as the dithecous condition. Okay, അപ്പോൾ നോക്ക്, ഇതൊരു ഇവിടെ തീക്കയുണ്ട്, ഇവിടെ തീക്കയുണ്ട്, ഇവിടെ തീക്കയുണ്ട്, ഇവിടെ തീക്കയുണ്ട്. ഇനി ഈച്ച് തീക്ക അല്ലെങ്കിൽ ഈച്ച് ലോബിൽ എന്തുണ്ട്? ഉള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു സഞ്ചി പോലെയുള്ള ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ സാക്ക് എന്ന് പറയുന്നത്. Pollen sac is a sac-like structure. This is known as the pollen sac. Inside the pollen sac contains the numerous pollen grains. ഇവിടെ നോക്കുക, ഈ സർക്കുലർ ആയിട്ട് കാണപ്പെടുന്നതാണ് പോളൻ സാക്ക്, അല്ലെങ്കിൽ മൈക്രോസ്പൊറാൻച്ചിയം എന്നൊക്കെ വിളിക്കും, മൈക്രോസ്പൊറാൻച്ചിയം. ഓക്കെ, അല്ലെങ്കിൽ പോളൻ സാക്ക് എന്ന് പറയുന്നു. ദിസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഇൻസൈഡ് ദ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഹാവ് എ ന്യൂമറസ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് പുറത്ത് വന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? പോളിനേഷൻ നടക്കുള്ളൂ അല്ലേ. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക അല്ലേ. ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ്. നോക്കുക, അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഈ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇത് എവിടെ എത്തുള്ളൂ? നമ്മളെ ഫീമെയിൽ പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലേക്ക് എത്തുള്ളൂ. നമുക്ക് ഫീമെയിൽ പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതിന് സഹായിക്കുന്നതിന് ഇവിടെ ഒരു പ്രത്യേക ഗ്രൂപ്പ്സ് കാണപ്പെടുന്നത്. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന രീതിയിലുള്ള ഭാഗം താഴ്ന്നിരിക്കുന്ന ഭാഗം കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻസ് ഓഫ് ഡെസിഷൻസ് വിളിക്കുക. എന്താണ് ലൈൻസ് ഓഫ് ഡെസിഷൻസ്? ഓക്കെ, ലൈൻസ് ഓഫ് ഡെസിഷൻസ് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നോക്കുക, ഇതിപ്പോൾ ഒരു പയറാണ് അല്ലേ. ഒരു പയർ. ഈ പയർ നമ്മൾ 2 ഭാഗത്തേക്ക് ചീന്താണ് വിചാരിക്കുക. ചീന്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ 2 വരകളുണ്ടായിരിക്കും അല്ലേ. ഈ 2 വരകളിലൂടെ എന്ത് വരിക? 2 തോടായിട്ട് അല്ലെങ്കിൽ 2 സെക്ഷനായിട്ട് അത് കീറിപ്പോരുക അല്ലേ. പ്രത്യേക രീതിയിൽ ഒരേ ലൈനിലാണ് അത് കീറിപ്പോരുക, ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് അല്ലേ. അതാണ് എന്ത് ശരിക്കും അതിൻ്റെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആന്തറിൽ മൊത്തം കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻസ് ഓഫ് ഡെസിഷൻസ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂപ്പ്സ് runs lengthwise in an anther is called a lines of dehiscence. The lines of dehiscence which is separate the each തീക്ക. ഒരു ലോബിലെ ഓരോ തീക്കയും സെപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ ലൈൻസ് ഓഫ് ഡെസിഷൻസ് ആണ്. അതേപോലെ ഈ ലൈൻസ് ഓഫ് ഡെസിഷൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് പുറത്തേക്ക് വരുന്നത്? നമ്മുടെ
ഈ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നത്. ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3D ഡയമെൻഷൻ അല്ലെങ്കിൽ 3D സെക്ഷനിൽ നിന്ന് ഇതിൻ്റെ ഒരു യങ് ആന്തർ, അതായത് ഒരു മൊത്തം ഒരു യങ് ആയിട്ടുള്ള ഒരു ആന്തറിൻ്റെ TS ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ രീതിയിലുള്ള സ്ട്രക്ചറായിട്ടും കാണപ്പെടുന്നത്. ദിസ് ഇസ് ദി TS ഓഫ് യങ് ആന്തർ. ഒരു യങ് ആന്തറിൻ്റെ TS ട്രാൻസ്വേഴ്സ് സെക്ഷനാണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ആന്തർ അല്ലേ, ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്ന ഇത് ആന്തർ അല്ലേ. ഈ ആന്തറിന് നമ്മൾ ഒരു സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയുള്ള സ്ട്രക്ചർ കിട്ടും. ഇതാണ് എന്ത്? ആന്തറിൻ്റെ ഒരു യങ് ആന്തറിൻ്റെ TS ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡയഗ്രമാണ് എന്ത്? യങ് ആന്തറിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ പ്രാക്ടിക്കലും നമുക്കിത് ചെയ്യാനുണ്ട്. ഒരു ആന്തറിൻ്റെ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കണം. കാണിച്ചാൽ മാത്രം പോരാ, അത് വരച്ച് ലാബിൽ ചെയ്യും വേണം. അപ്പോൾ ശ്രദ്ധിച്ചോളണം, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 മാർക്ക് വെറുതെ കിട്ടുന്ന മാർക്കാണ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചാൽ ദിസ് ദ സെക്ഷൻ ഓഫ് യങ് ആന്തർ. നോക്കൂ, ഈ ആന്തറിന് 4 വാൾ ലേയേഴ്സ് കാണപ്പെടുന്നു. ദർ ആർ 4 വാൾ ലേയേഴ്സ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മൈക്രോസ്പൊറാഞ്ചി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ 4 വാൾ ലേയേഴ്സ്, അല്ലെങ്കിൽ 4 വാൾ ലേയേഴ്സ് ഉണ്ട്. ഏതൊക്കെ നോക്കാം. ആദ്യ ഭാഗങ്ങൾ മാത്രം പഠിച്ചു വയ്ക്കുക. എപ്പിഡെർമിസ് ആൻഡ് എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പീറ്റം. ഇതാണ് ആന്തറിൻ്റെ 4 വാൾ ലേയേഴ്സ് എന്ന് പറയുന്നത്. ദർ ആർ 4 വാൾ ലേയേഴ്സ്: എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒന്നുകൂടി വീണ്ടും പറയും. അതിന് മുന്നേ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ആന്തറിൻ്റെ ഉള്ളിൽ 3 വാൾ ലേയേഴ്സ്, അതായത് എപ്പിഡെർമിസ് കഴിഞ്ഞു, എൻഡോത്തീസിയം കഴിഞ്ഞു, മിഡിൽ ലേയേഴ്സും കഴിഞ്ഞ് ടെപ്പീറ്റം കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു സർക്കുലർ, ഒരു വട്ടത്തിലുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയം. അപ്പോൾ വാട്ട് ഇസ് ദി മൈക്രോസ്പൊറാഞ്ചിയം? ദി മൈക്രോസ്പോർ ബിയറിംഗ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ദി മൈക്രോസ്പൊറാഞ്ചിയം. ദി മൈക്രോസ്പോർ ബിയറിംഗ് സ്ട്രക്ചർ, അതായത് ഇതിനുള്ളിൽ ഒരുപാട് സ്പോറുകളുണ്ട്. ഈ സ്പോറുകളെ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ സ്പോർ ഉണ്ടാകുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ദി മൈക്രോസ്പോർ ബിയറിംഗ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ദി മൈക്രോസ്പൊറാഞ്ചിയം. അപ്പം നമുക്ക് ഓരോ ലോബിൻ്റെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു സർക്കുലർ സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ഈ സർക്കുലർ സ്ട്രക്ചറാണ് ശരിക്കും എന്ത് പറയുക? മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുക. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ധാരാളം സ്പോറുകൾ അല്ലെങ്കിൽ മൈക്രോ സ്പോറുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന് ചുറ്റും എന്ത് കാണപ്പെടുന്നത്? ഈ വയലറ്റ് നിറത്തിൽ വരച്ചിരിക്കുന്ന ടെപ്പീറ്റമാണ്. ടെപ്പീറ്റം കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരുപാട് മിഡിൽ ലേയേഴ്സ് കാണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻഡോത്തീസിയം, ഈ പച്ചയ്ക്കും ഈ ഒരു റോസിനിടയ്ക്കുള്ള എന്ത്? എൻഡോത്തീസിയം ലെയർ. പിന്നെ ഇതാണ് എന്ത്? എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ. ഞാൻ നോക്കുക, ഈ ഒരു ഇതല്ലേ നമ്മൾ മൈക്രോസ്പൊറാഞ്ചി എന്ന് പറഞ്ഞത്? ഇതാണ് ആന്തറിൻ്റെ അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഈ റൗണ്ടിൽ ഈ ഒരു ചതുരത്തിൽ, അതായത് മൈക്രോസ്പൊറാഞ്ചിയത്തെയും ആന്തറിൻ്റെ വാൾ ലേയേഴ്സിനും കൂട്ടി കട്ട് ചെയ്തിട്ട് ഒന്ന് വലുതാക്കി വരച്ചാൽ നമുക്ക് എന്തായിരിക്കും? ഈ രീതിയിലുള്ള ചിത്രമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നോക്കുക, ഏറ്റവും പുറത്ത് റോസ് നിറത്തിൽ ഏറ്റവും പുറത്ത് ഇതെന്താണ്? എപ്പിഡെർമിസ്. മിക്കവാറും എന്തായിരിക്കും? സിംഗിൾ ലെയേർഡ് സ്ട്രക്ചർ ആയിരിക്കും എപ്പിഡെർമിസ്. ഇനി എപ്പിഡെർമിസ് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു റോസ് നിറത്തിൽ വരച്ചിട്ടുണ്ട്. ഇതാണെന്ത്? എൻഡോത്തീസിയം അല്ലേ. എൻഡോത്തീസിയം ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണെന്ത്? എൻഡോത്തീസിയം എന്ന് പറയുന്നത്. അതും സിംഗിൾ ലെയേർഡ് ആയിരിക്കും. നോക്ക്, എൻഡോത്തീസിയം കഴിഞ്ഞാൽ ഈ പച്ച കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്? ഒരുപാട് മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള സെൽസ് കാണപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മിഡിൽ ലെയേഴ്സ്. ധാരാളം
ന്യൂമറസ് സെൽസ് കാണപ്പെടുന്നത്. മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നു, അല്ലെങ്കിൽ മൾട്ടി ലെയർഡ് സെൽസ് കാണപ്പെടുന്നുണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡിൽ ലെയേഴ്സ്. അപ്പം ഇപ്പം ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്നതാണ് മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ മിഡിൽ ലെയേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ഈ വയലറ്റ് നിറത്തിൽ വരച്ചിരിക്കുന്നത് നമ്മുടെ ടെപ്പീറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ ബ്രൗണിൽ വരച്ചിരിക്കുന്നത് ടെപ്പീറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ടെപ്പീറ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് എന്ത് 4 വാൾ ലെയേഴ്സ്: എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ഇതിനുള്ളിൽ നിന്നിട്ട് മൈക്രോസ്പൊറാഞ്ചിയം, ഇതിനുള്ളിൽ ഒരുപാട് സെല്ല് കാണപ്പെടുന്നുണ്ട്. മൈക്രോസ്പോർ മദർ സെല്ലുണ്ട്. ഇത് ഒന്നെന്താണ് മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഇതിനെ മൊത്തം നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ഒരു സർക്കുലർ സ്ട്രക്ചർ. അല്ലെങ്കിൽ ഉണ്ടാവുക ഈ സർക്കുലർ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. നമുക്ക് ഏറ്റവും ഉള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയം, അതായത് ഓരോ ലോബിനുള്ളിൽ 4 മൈക്രോ. നമുക്ക് ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ചിയം, ഇതിലൊരു മൈക്രോസ്പൊറാഞ്ചിയം, ഇതൊരു മൈക്രോസ്പൊറാഞ്ചിയം, ഇതൊരു മൈക്രോസ്പൊറാഞ്ചിയം. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലും ധാരാളം മൈക്രോസ്പോറുകൾ കാണപ്പെടുന്നു. ഇനി മൈക്രോസ്പൊറാഞ്ചിയത്തെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? സിംഗിൾ ലെയർഡ് സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ടെപ്പീറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ വാൾ ലെയറാണ്. ഇനി ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വാൾ ലെയറാണ്. ഇനി അതിൻ്റെ പുറത്ത് എന്തുണ്ട്? മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. അതെന്ന് വിളിക്കുന്ന പേരാണ് മിഡിൽ ലെയർ എന്ന് പറയുന്നത്. അങ്ങനെ അതിന് പുറത്ത് എന്ത് കാണപ്പെടുന്നത്? സിംഗിൾ ലെയർഡ് സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എൻഡോത്തീസിയം എന്ന് പറയുന്നത്. ഏറ്റവും പുറത്ത് എന്താണ്? എപ്പിഡെർമിസ്. അപ്പം നമുക്ക് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. 4 ബോൾ ലെയേഴ്സാണ് ആർക്ക് കാണപ്പെടുന്നത്? ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിന് അല്ലെങ്കിൽ ഒരു യങ് ആന്തറിന് ഉള്ളത്. ഇനി വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ടെപ്പീറ്റം? നമുക്ക് നോക്കാം. ഈ എപ്പിഡെർമിസും എൻഡോത്തീസിയം മിഡിൽ ലെയറിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്റ്റ് ചെയ്യുക, ഉള്ളിലുള്ള മൈക്രോസ്പൊറാഞ്ചിയത്തെ അല്ലെങ്കിൽ ഉള്ളിലുള്ള മൈക്രോസ്പോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ആരുടെ ഫങ്ഷൻ? എപ്പിഡെർമിസിൻ്റെയും എൻഡോത്തീസിയത്തിൻ്റെയും മിഡിൽ ലെയറിൻ്റെയും ധർമ്മം എന്ന് പറയും. ഇറ്റ് പ്രൊട്ടക്റ്റ് ദ പ്രൊട്ടക്ഷൻ. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്. ഈ എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയറും ഒക്കെ എന്താ ചെയ്യുന്നത്? ഈ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് ആരുടെ ധർമ്മം? എപ്പിഡെർമിസിൻ്റെയും എൻഡോത്തീസിയത്തിൻ്റെയും മിഡിൽ ലെയറിൻ്റെയും ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് ടെപ്പീറ്റം? ടെപ്പീറ്റം എവിടെയാണ് കാണപ്പെടുന്നത്? മൈക്രോസ്പൊറാഞ്ചിയത്തിന് ചുറ്റുമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ടെപ്പീറ്റം കാണപ്പെടുന്നത്. സറൗണ്ട് ദി മൈക്രോസ്പൊറാഞ്ചിയം. അപ്പോൾ വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് ടെപ്പീറ്റം? ഇറ്റ് പ്രൊവൈഡ് ദി ന്യൂട്രിയൻസ്, ഇറ്റ് പ്രൊവൈഡ് ദ ന്യൂട്രീഷൻ ടു ദി ഗ്രോവിംഗ് മൈക്രോസ്പോർ. ഇവിടെയുള്ള ഈ വളരുന്ന മൈക്രോസ്പോറിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ടെപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയും. ഇറ്റ് പ്രൊവൈഡ് ദി ന്യൂട്രീഷൻ ടു ദി ഗ്രോവിംഗ് ടിഷ്യൂ. അപ്പോൾ നോക്കുക, എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയറിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ടെപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ദി ന്യൂട്രീഷൻ ടു ദി ഗ്രോവിംഗ് ടിഷ്യൂ അല്ലെങ്കിൽ ഗ്രോവിംഗ് മൈക്രോസ്പോർ. വളരുന്ന മൈക്രോസ്പോറിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ആരുടെ ഫങ്ഷൻ? ടെപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു യങ് ആന്തറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.